ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2273. ഇന്ന് മാർച്ച് മാസം 22-ാം തീയതി. ഈ ആണ്ടിലെ 81-ാമത്തെ ദിവസത്തിലെത്തി. വലിയ നോമ്പ് ഇന്ന് 35-ാം ദിനമാണ്. 36-ാം ഞായർ എന്നാണ് പൊതുവെ ദിവസം അറിയപ്പെടുന്നത്. നമ്മുടെ കർത്താവ് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുകയാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായമാണ് വചന വായനാ ഭാഗം. സുവിശേഷം മുഴുവൻ പരിശോധിച്ചാൽ പലയിടങ്ങളിൽ പലർക്കായിട്ട് കർത്താവ് കാഴ്ചയെ വീണ്ടെടുത്ത് നൽകുന്നുണ്ട്. ശരിക്കും കാഴ്ചയില്ലായ്മ എന്താണ്? കാഴ്ചപ്പാടില്ലായ്മ എന്താണ്? ഖലീൽ ജിബ്രാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്: നിരാശ നമ്മുടെ കാഴ്ചയുടെ ദൗർബല്യമാണ്, കേൾവിയുടെ അടയലുമാണ്. പിന്നെ നിർഭാഗ്യത്തിന്റെ പിശാചുക്കളെ അല്ലാതെ മറ്റൊന്നും കാണാൻ നമുക്ക് കഴിയത്തില്ല. നിരാശ നമ്മുടെ കാഴ്ചയുടെ ദൗർബല്യവും കേൾവിയുടെ അടയലുമാണ്. പിന്നെ നിർഭാഗ്യത്തിന്റെ പിശാചുക്കളെ മാത്രമാണ് നമുക്ക് കാണാനാവുക. നമ്മുടെയൊക്കെ ഇടപെടലുകൾക്കകത്ത് എന്തുമാത്രം വെളിച്ചമുണ്ടെന്നുകൂടി ഒന്ന് പരിശോധിപ്പാനായിട്ട് ഈ നോമ്പിന്റെ നല്ല ദിനം പ്രയോജനപ്പെടുത്താവും. വല്ലാതെ വെളിച്ചം കുറഞ്ഞ ഇടപെടലുകൾ പെരുകുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇത് പറയുന്നതും കേൾക്കുന്നതുമൊക്കെ. പിറവിയിലെ കുരുടനായൊരു മനുഷ്യന് കാഴ്ച നൽകുന്നതിനാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ. ദർശനങ്ങളുടെയൊക്കെ ഒരു പ്രകാശത്തെ തല്ലിക്കെടുത്തുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളും വാക്കുകളും കൊണ്ട് നമ്മുടെ പരിസരം വല്ലാതെ പൊറുതിമുട്ടുന്നുണ്ട്, നിറയുന്നുണ്ട്. അതിനിടയിലാണ് കാഴ്ച നൽകുന്ന ദൈവത്തെക്കുറിച്ച്, കാഴ്ച കിട്ടുന്ന മനുഷ്യനെക്കുറിച്ചൊക്കെ ഓർക്കാനായിട്ടൊരവസരം. കാഴ്ച നൽകുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം, കാഴ്ച ലഭിച്ച മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കണം. ഇതിൽ കുറേയും കൂടി എളുപ്പം നമുക്ക് കാഴ്ച ലഭിച്ച മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അയാളുടെ ജീവിതത്തിലേക്ക് എന്തൊരു സൗഭാഗ്യമാണ് വന്നു ചേരുന്നത്, അല്ലേ? യേശു പറഞ്ഞൊരു വചനമുണ്ട് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവനാരും അതുകൊണ്ട് അന്ധകാരത്തിൽ വസിക്കുന്നില്ല, അവനിൽ ജീവന്റെ വെളിച്ചമുണ്ടാവും. അപ്പോൾ അതാണ് കാര്യം. ആ യേശു വെളിച്ചത്തിന്റെ അല്പമെങ്കിലും ഒരു അംശം എന്നിലുണ്ടെങ്കിൽ എന്നിലും വെളിച്ചമുണ്ടാവും. ഞാനും കാഴ്ചയുള്ളവനും കാഴ്ചപ്പാടുള്ളവനും നിലപാടുള്ളവനുമാവും. എന്നാൽ ആ യേശു വെളിച്ചത്തിന്റെ അഭാവം അതെന്നെ അത്രത്തോളം ഇരുട്ടിലാഴ്ത്തും, അന്ധകാരപ്പെടുത്തും. ഒരു തിരിച്ചറിവിലേക്ക് എന്നെയും ഒന്ന് തിരിച്ചെത്തിക്കണമേ. ആമേൻ.